അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ പാതിരാത്രിയിൽ സിനാൻ വെറുതെ പുറത്തേക്ക് നോക്കി. എൻ്റെ റബ്ബേ, എനിക്ക് വല്ലാത്തൊരു ശിക്ഷയാണല്ലോ നീ തന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഹ്സിയെ വിഷമിപ്പിച്ചതിന് പകരമായിട്ടാണോ റബ്ബേ എനിക്കിങ്ങനെ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. ഒരിക്കലും മുഹ്സിനയുടെ ആങ്ങളെയും ഉമ്മയും ഇതറിഞ്ഞ് അവളെ കൊണ്ടുപോകും എന്ന് അവൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വേണ്ടില്ലായിരുന്നു പാവൻ്റെ മുഹ്സി. അവളോട് ശരിക്കൊന്ന് മിണ്ടുവാനും പറയാനും എനിക്കൊരവസരം കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്താ റബ്ബേ ചെയ്യുക? എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് തന്നെയാണ്, അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു മാസത്തോളാണ് ഓളെ ഞാൻ എടുങ്ങാറാക്കിയത്. പാവൻ്റെ കുട്ടി ഓളെ ഒരാവശ്യമില്ലാതെ വെറുതെ വിഷമിപ്പിച്ചു. ഇങ്ങനെയൊക്കെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം ഒന്നും അവൾക്കറിയില്ലല്ലോ. ഞാനാണെങ്കിൽ പറഞ്ഞതുമില്ല. അവളുടെ കണ്ണീര് എനിക്ക് തട്ടിയതായിരിക്കും ഉറപ്പായിട്ടും. മുഹ്സിനെ വേർപെട്ടു പോയതിൽ സിനാന് വളരെയധികം വിഷമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുവരണം, അല്ലാതെ രക്ഷയില്ല. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയണില്ല ഇവിടെ. പിറ്റേന്ന് രാവിലെ തന്നെ സിനാനത മാറ്റിയൊരുങ്ങി പോകുന്നത് ഉമ്മ ശ്രദ്ധിച്ചു. സിനാനെ, ആ എന്തോ ഉമ്മ, നീ എങ്ങോട്ടാ മാറ്റിയൊരുങ്ങി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയാണ് എടുക്കുക? ഞാൻ മുഹ്സിയുടെ. എന്തിനെ? അവളൊന്ന് കൊണ്ടുവരണം. അവളെ കൊണ്ടുവന്നിട്ട് എന്തിനാ? എനിക്കിപ്പോൾ നിലവിൽ ഇവിടെ ഒരു പെണ്ണുങ്ങളില്ലേ, അത് പോരെ? പിന്നെ ഓൾ അസുഖമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് പണിക്കാകുമ്പോൾ കണ്ട് കൊണ്ടുവരപ്പോൾ തന്നെ കൊടുത്തിട്ട് എന്തിനാ ഇവിടെ കെടുത്താനാ? എനിക്ക് ഇവിടെ കെടുത്തി ഉറക്കാനാ? എടുങ്ങാറാക്കാനോ? ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സിനാന് ഒന്നും മിണ്ടിയില്ല. അല്ലുമ്മ, അവർ ശരിക്ക് പോയത് അല്ലല്ലോ, അവർ ഇതൊക്കെ അറിഞ്ഞിട്ട് പോയതല്ലേ. ആഹാ, അതറിയണല്ലോ അല്ലേ? എൻ്റെ മോൻക്ക് എന്ത് 2 പെണ്ണിട്ടുള്ള പൈസയും കാര്യമൊന്നും ഇല്ല വിചാരിച്ചിട്ടാണോ കൊണ്ടുപോയത്? രണ്ടാൾ നോക്കൂല വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞേക്കണ ആയം തന്നെ സിനാനോട്. മുഹ്സിനെ ഇവിടെ നിൽക്കട്ടെ, ഒരിക്കലും ഓളെ കൊണ്ടാക്കി ഒഴിവാക്കി പറഞ്ഞേക്കെ ചെയ്യരുത് എന്ന്. പക്ഷേ അനക്ക് കയ്യിനെല്ലാതായിപ്പോയി. അങ്ങനെയാണെങ്കിൽ എൻ്റെ സമ്മതമില്ലാതെ ഓള് പോവോ? കൊണ്ടുപോയില്ലേ ഉമ്മി ആങ്ങളൊക്കെ? ഓൾ ഇവിടെ ഉള്ളത് എന്തൊരു സുഖമായിരുന്നു എനിക്ക്. ഈ അടുക്കളയിൽ കിടന്ന് നിരകിക്കണ്ടില്ലായിരുന്നു. ഇപ്പം എല്ലാം എൻ്റെ തലയിലായി. ഉമ്മാൻ്റെ കുട്ടി വേഗം പോയി കൊടുന്നാളി, അതേ ഇരിക്കാരിപ്പം നല്ലത്. മറ്റതേ കയ്യൂല മോനെ. റബ്ബേ, ഇങ്ങനൊക്കെ കാട്ടിക്കൂട്ടണം ഞാൻ വിചാരിച്ചിക്കണോ? ഞാൻ എൻ്റെ മനസ്സിൽ കരുതി 2 പെണ്ണുങ്ങളെ, ഒരാളിവിടെ അടുപ്പത്ത് നിൽക്കും വേണം, പണിയെടുക്കും വേണം, ഒരാളവിടെ നിന്നോട്ടെ തന്നെ എൻ്റെ മനസ്സിൽ. ഇതിപ്പോൾ എനിക്ക് 2 ഇല്ലാത്ത പോലെ ആയില്ലേ? ഓള് കണ്ടില്ലേ? അല്ല സിനാനെ, ഓളെന്നോട് ശരിക്കും മുണ്ടൊന്നും പറയണൊക്കെ ഇല്ലേ? തലേ ദിവസം രാത്രി സിനാൻ്റെ കൂടെയാണ് ഷാഹിന് കിടന്നത് എന്നായിരുന്നു ഉമ്മയുടെ ഒരു തോന്നൽ. ഉമ്മ അതവനോട് ചോദിക്കുന്നു. ആ കുഴപ്പമില്ല. എന്തിടാ, അങ്ങനെ തന്നെയാണ്. പിന്നെ കൊണ്ട് നടക്കാൻ ഓളെ പറ്റൂട്ടോ. കാണാൻ കുറച്ച് മൊഞ്ചുണ്ട്, തടിയും വലിപ്പം അതും ഉണ്ട്. പിന്നെ അത്യാവശ്യം പണ്ടും കാര്യങ്ങളും കൊണ്ട് തറവാടുണ്ട്. എന്താ ഉമ്മ നിങ്ങൾക്ക്, നിങ്ങൾ എന്തീ പറയണത്? ഉമ്മയുടെ നേരെ അവൻ ചോദിക്കുന്നു. എന്താടാ എനിക്ക് പറ്റിയില്ലേ? ആ, അനക്ക് ഇജ്ജ് മറ്റോളായിട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ കൊഞ്ചിക്കൊയാൻ നിൽക്കണ്ട കേട്ടോ. ഇത് ഇജ്ജ് കാട്ടുന്നത് ശരിയല്ല. 2 എൻ്റെ പെണ്ണുങ്ങളാണ്, 2ആളോട് ഒരേപോലെ ചെയ്യണം. എല്ലാ കാര്യത്തിലും നിങ്ങൾ സമനില ഇജ്ജ് കൊടുക്കണം 2ആൾക്കും. അതെങ്ങനെ ഉമ്മ? അപ്പം നിങ്ങൾ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഷാഹിനാനെ കൊണ്ടും പണിയെടുപ്പിക്കണമല്ലോ. നിങ്ങൾ പറയണത് പണിയെടുക്കൽ മുഹ്സിന അതുപോലെ മറ്റോള് രാജകുമാരി പോലെ ഇരിക്കാന്നല്ലേ? നീതി പുലർത്തണം എന്നുണ്ടെങ്കിൽ 2ആളെ കൊണ്ട് ഒരുപോലെ എല്ലാം ചെയ്യിപ്പിക്കണം. ഇത് ഉമ്മാക്ക് ഒരാളെ മാത്രം ജോലിക്ക്, ഒരാളെ ദീന്. മോനെ, അതൊന്നും ഇല്ലടാ. മുഹ്സിക്ക് പിന്നെ എല്ലാ കാര്യം എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതെന്താ കാട്ടുക? ഉമ്മാൻ്റെ കുട്ടീനോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എൻ്റെ മനസ്സത്തെ ഒരു ആഗ്രഹം കൊണ്ടാണ്. എൻ്റെ പൊന്നാര കുട്ടിയെ കണ്ടില്ല പാത്രം എന്തൊക്കെ കെടുക്കണത്. ഓളാണെങ്കിൽ പുറത്ത് പോയി നല്ലോ കരിയിട്ട് ഉരച്ച് മോറി വൃത്തിയാക്കി കൊടുന്ന് ഇവിടെ വെക്കും. പാത്രത്തിൻ്റെ ഒക്കെ തിളക്കം എന്തൊക്കെയാണ്. ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് കണ്ടില്ലേ? ഞാൻ ഒത്തുനിന്ന് മോരൊക്കെ ഒന്നല്ലാതെ എന്നെ കൊണ്ട് കഴിയൂല അപ്പുറത്തേക്കൊന്നും ഇങ്ങനെ പോയി ഇത് മോരുണ്ടാക്കാൻ. എന്നാലും ഈ കുട്ടി എന്തിനാ ഒന്ന് വരും? അതും ഇല്ല.
ഉമ്മയല്ലേ പറഞ്ഞത് പണിയെടുക്കുക ഒന്നും വേണ്ട എന്നൊക്കെ, അതിനനുസരിച്ച് അവൾ നിൽക്കും. നിങ്ങൾ പറഞ്ഞ എന്ത് എടുപ്പിച്ചോളി, ഞാനിപ്പോൾ ഇതിനായിട്ടൊന്നും നിൽക്കണമൊന്നുമില്ല. അതെന്ത് സിനാനെ? ഓളോട് ഇജൊന്ന് പറയടാ, എന്തെങ്കിലും ഒന്ന് സഹായിച്ചു തരാനേ. ഇന്നിച്ച് കൊല്ലാക്കൊല ചെയ്യല്ലേ? എന്താ ഉമ്മ കൊല്ലാക്കൊല ചെയ്യേ? ആരെ? നിങ്ങൾ എന്തിനെ? ഉമ്മയുടെ ഇഷ്ടങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ ഞാൻ ചെയ്തു. അതോടുകൂടി ഇപ്പോൾ എനിക്കൊരു സമാധാനം ഇല്ലാതായി. എന്തേ? ഓളെ കൊണ്ടുപോയില്ലേ? അതിനെന്ത് ചെക്ക, തൽക്കാലം ഇവിടെ ഉണ്ടല്ലോ എനിക്കൊരാൾ. ഉമ്മയും അവനും ചെറിയൊരു തർക്കം ഉണ്ടാകുമോ എന്ന് ഉപ്പ ഭയപ്പെടുന്നു. ഉപ്പ അങ്ങോട്ട് വരുന്നു. എന്താ എന്താ റഷീദ? ഒന്നുമില്ല. ഓനോട് എന്നാൽ ഓളെ പോയി, ഓൻ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇനി കൊണ്ടുവരോ ഇല്ല എന്താവോ? ഒന്ന് കൊണ്ടുവരാൻ പറയുങ്ങൾ ഓളെ. ഇവിടെ ഒറ്റക്ക് കഴിയണില്ലേ? അല്ല എന്തിയപ്പം എൻ്റെ പുതിയ മരുവളിപ്പോൾ ഇവിടെ? ആ, എൻ്റെ മരുവളൊക്കെ അവിടെ ഉണ്ട്. ഓള് പിന്നെ ഈ പണിയൊന്നും എടുക്കാത്ത സൈസായതുകൊണ്ടേ ഓളെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റൂല നമുക്ക്. അതാണ്, അല്ലാതെ ഇപ്പം എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. മുഹ്സിനൊക്കെ പറഞ്ഞാൽ ശീലമായതാണ്. ഹാ റഷീദ, എന്നാൽ ഇനി എൻ്റെ മോള് കുറച്ചാണ്ട് കഷ്ടപ്പെട്ടൂട്. ഇതുവരെ നല്ല സുഖമായി ജീവിച്ചില്ലേ? എന്തൊക്കെയായിരുന്നു ആ പെണ്ണിനെ തോട്ടത്തേക്ക് വരെ പോയി ഇടങ്ങാറാക്കിക്കണ്. ഇപ്പോൾ കണ്ടില്ലേ, റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല, ഫോണുമ്മ കളിച്ചിരിക്കുക, ഫോണും കണ്ടിരിക്കുക. നല്ല പറ്റിയൊരു മരുവളന്നെ എനിക്ക് കിട്ടിയിരിക്കണേ. ഇതേ മനുഷ്യ കളിയാക്കണേന് കുറച്ച് അതിരുണ്ട് കേട്ടോ. എന്ത് കളിയാക്കാന് റഷീദ? ഇജന്നല്ലേ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? പിന്നെന്താ? എനിക്കൊന്നും കളിയാക്കാനൊന്നുമില്ല. ഞാൻ എൻ്റെ ഇത് ആലോചിച്ചത്. എടുത്തോണ്ട് അങ്ങോട്ട് പണി. അതേ, ആണുങ്ങൾക്കും പണിയെടുക്കുക. അടിച്ചോരി തുടക്കലും പാത്രം മോറലും മിറ്റടിച്ചോരലും ആണുങ്ങൾ എടുത്തുരുട്ടിച്ചിട്ട് ആണുങ്ങളെ കൈയും കാലും ഒന്നും മുറിഞ്ഞൊടിഞ്ഞും പോകുന്നില്ല. ഇത് ഓൽക്കുള്ള പണി തന്നെയാണ്. എന്തേ? ഞാനന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇജ്ജ് പറയണല്ലോ മുഹ്സിനോട്, നിങ്ങൾ അത് കാണിച്ചു കൊടുക്കണ്ട. ആണുങ്ങൾ അങ്ങനെ പണിയെടുക്കല മരുക്കളെ മുമ്പിൽ, പിന്നെ അവർക്ക് ശീലമാവും. അന്ന് എന്നോട് അങ്ങനെയല്ല വേണ്ട പറഞ്ഞിട്ടത്. പിന്നെന്താ എനിക്ക്? അവൻ്റെ റബ്ബെ, അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കാലാകാലം അങ്ങനെ നിൽക്കണം എന്ന് പറയണത് എന്നെ കൊണ്ട് വയ്യട്ടോ. സിനാൻ പറഞ്ഞു, ഉമ്മ ഒന്ന് വിളിച്ചു നോക്കി, ഈ ഫിഷൊക്കെ ഒന്ന് കട്ട് ചെയ്യാനൊക്കെ ഒന്ന് പറഞ്ഞോളി, ഞാൻ മുഹ്സിനിൻ്റെ അടുത്തേക്ക് പോവാണ്. ഷൈന, ഷൈന, ഉമ്മ വിളിക്കുന്നു. എവിടെ ഓള്? സിറ്റ് ഔട്ടിൽ ഡൈനിങ് ഹാളിൽ എവിടെ താഴത്തൊക്കെ ഉണ്ടായിരുന്നു. ഷൈന, ഇതൊന്നും അരിഞ്ഞ ഇവിടെ എന്നാ? ഉപ്പേരിക്കുള്ളത് അരിയാൻ വേണ്ടിയിട്ട് അതാ ഉമ്മ അവളെ വിളിക്കുന്നു. മോളെ ഷൈന, സ്നേഹത്തോടു കൂടി തന്നെയാണ് അവളെ വിളിച്ചത്. ആ, ഉമ്മ വിളിച്ചോ? എന്തി ഉമ്മ? അതേ, ഇതൊന്നും അരിഞ്ഞ? ഇതോ? അല്ലാ, എൻ്റെ കയ്യമ്മ തട്ടും തോന്നുന്നുണ്ട്, നോക്കട്ടെ ഞാൻ. അവൾക്ക് കേബേജ് ഉമ്മ അരിയുവാൻ വേണ്ടി കൊടുക്കുന്നു. അവൾ കേബേജ് അരിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇതമ്മ. എന്താ ഷായന ഇത്? ഒന്നൊരു കൊത്തി നുറുക്കി വെച്ചേക്കുക. അരിയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കൈ ശരിക്ക് പിടിച്ചിട്ട് നല്ല കനല്ലാതെ അരിയണം, നല്ല കേബേജ്. ഇത് എന്തിനു വേണ്ടി കൂട്ടാൻ വെക്കാനോ? എന്താ ഷായന ഇങ്ങനെ? അതെ, ഞാൻ അങ്ങനത്തെ പണി നിർത്തി, എനിക്ക് ശീലമല്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിക്കാൻ പോവുകയാണെന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളെന്നെ അരിഞ്ഞോളൂ ഒന്നും കൂടി. ഉമ്മാക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരുന്നു. അത് ഉമ്മ ആ കട്ടിംഗ് ബോർഡിൽ ഇട്ടിട്ട് ചെറുതാക്കി വീണ്ടും അരിയുവാൻ വേണ്ടി. എൻ്റെ റബ്ബെ, രണ്ടാം പണി എടുപ്പിച്ച് എന്നെ കൊണ്ട് എന്തൊരു ഇടങ്ങാറാകല റബ്ബെ ഇത്. ഷൈന, ആ മിറ്റൊക്കെ നല്ലോണം ഒന്ന് പോയിണ്ട് അടിച്ചൊരിക്കാളി. സ്നേഹത്തോടെ ഉമ്മ വീണ്ടും പറയുന്നു. അവളതാ മുറ്റമടിക്കുവാൻ വേണ്ടി ചൂലെടുക്കുന്നു. ഇവിടെ ബ്രഷില്ല? ഈ ചൂല് കൊണ്ട് ഇങ്ങനെ കുമ്പിട്ട് എങ്ങനെ അടിച്ചു വരാ? ബ്രഷില്ലേ? അവളുടെ ചോദ്യം കേട്ട് അവരൊക്കെ ഒന്ന് ഞെട്ടി. ഉപ്പ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയുണ്ട് പുതിയ മരുമകള്? വലിയ തറവാട് വീട്ടിൽ നിന്ന് സമ്പത്തുള്ള വീട്ടിൽ നിന്ന് കുട്ടികളെ കെട്ടിക്കൊടുന്നാൽ ഇത് തന്നെ ആയിരിക്കും സ്ഥിതി. എന്നാലും കേബേജ് ഇതുപോലെങ്കിലും എറിഞ്ഞു വെച്ചല്ലോ. ഇതേ മനുഷ്യ ഒന്നും മിണ്ടാതിരിക്കട്ടോ. എങ്ങനെയുണ്ട് പറയും. ഓൾ അഭിനയിക്കണേ, ഓൾക്ക് എല്ലാം നല്ലോ അറിയാം. അഭിനയിക്കണ പെണ്ണ്. എന്താ വിളവത്തി? എന്നാൽ പിന്നെ ഞാൻ വാങ്ങിയ ചെയ്യുമല്ലോ. ഇപ്പം മുറ്റടിച്ചേരാൻ വെക്കണേ, എന്തൊക്കെ കാട്ടണം ആർക്കറിയാം. സിനാനെ, ഉമ്മ കരഞ്ഞുകൊണ്ട് സിനാൻ്റെ അടുക്കലേക്ക്. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് പോയി കൊടുന്നാളി, മുഹ്സിനയെ ചെല്ലി ഒന്ന് പോയി കൊടുന്നാളി, ഉമ്മാനെ കൊണ്ട് കഴിയണല്ലേ. ഉമ്മ ഓള് പണിയെടുക്കുന്നുണ്ട്, ഓള് തുടങ്ങിക്കണ്. ഇനി അങ്ങനെ പറഞ്ഞങ്ങനെ ശീലാക്കിക്കൂടി. അങ്ങനെ തന്നെ. സിനാനെ അല്പം സ്ട്രോങ്ങിൽ തന്നെയായിരുന്നു. എൻ്റെ പൊന്നാര കുട്ടിയെ ഒന്ന് കൊടുന്നാളാ.
സിനാനത ഭാര്യ വീട്ടിലേക്ക് പുറപ്പെടുന്നു. മുഹ്സിനയുടെ വീട് ലക്ഷ്യമാക്കി അവൻ കാറോടിക്കുന്നു. മുറ്റത്ത് കാറ് വന്നു നിന്ന അപ്പോൾ ഉമ്മ അത് കണ്ടു. പഠിച്ചോനെ, മരുമകനാണല്ലോ വരുന്നത്. അവർ ബഹുമാനത്തോടെ അവനെ സ്വീകരിച്ചു. എന്നാൽ അവളുടെ ആങ്ങള അവിടെ ഉണ്ടായിരുന്നു. സിനാനോട് കാര്യമായിട്ടൊന്നും പറഞ്ഞതൊന്നുമില്ല. കാരണം അവരുടെ വീട്ടിലേക്ക് വരുമ്പോഴും അവർ ചിലപ്പോൾ മിണ്ടില്ല, അങ്ങനത്തെ സ്വഭാവമാണ്. എങ്കിലും ഉമ്മ അവരെ സ്വീകരിച്ചു. മുസ്സി എവിടെ? ഉമ്മ കരയുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നു സിനാനെ, ഈ കാട്ടിയതൊരിക്കലും ശരിയായില്ല. എൻ്റെ കുട്ടിനെ കഷ്ടപ്പെടുത്താനേ. ഉമ്മ അതൊന്നല്ല. എന്തല്ല എന്തല്ല നീ പറഞ്ഞത്? ഈ കെട്ടിക്കൊടുന്ന പെണ്ണല്ലത്? നിങ്ങൾ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞില്ലേ? ഞാൻ അതൊക്കെ അറിഞ്ഞിക്കണേ. എന്നാലും എൻ്റെ കുട്ടിനോട് സിനാനെ, ഞാൻ എൻ്റെ കുട്ടിയെ ഞാൻ വിട്ടു തരൂല. അങ്ങോട്ട് നിങ്ങൾ പൊയ്ക്കോളി. നിങ്ങൾ എങ്ങനെ വെച്ചാൽ ജീവിച്ചോളി. എൻ്റെ കുട്ടിനെ കെട്ട എത്രയോ ആൾക്കാരുണ്ടാവും. അത് കേട്ടപ്പോൾ സിനാന് ശരിക്കും ഞെട്ടിപ്പോകുകയാണ് ഉണ്ടായത്. അല്ലാ, എൻ്റെ മുഹ്സി എവിടെ? എന്തിനാണ് സിനാനെ മുഹ്സിനെ? ഓള് അവിടെ ഉണ്ട്. ഓളവിടെ എൻ്റെ കുട്ടി ഇടങ്ങാറയിക്കണ്. പെട്ടെന്ന് അവളുടെ ആങ്ങള അങ്ങോട്ട് വന്നു. മോനെ, ഇതാ മുഹ്സിനെ ചോദിക്കണം, എന്താ പറയേണ്ടത്? സിനാൻ, എൻ്റെ പെണ്ണുങ്ങളോട് ഇങ്ങനൊരു ചതി നിങ്ങൾ ചെയ്യാനേ ഒരിക്കലും പാടില്ലായിരുന്നു. അവൾ നല്ല പാവം പെൺകുട്ടിയായിരുന്നു. എന്തിനാണ്? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് എൻ്റെ കുട്ടി ഇടങ്ങാറാണത്. ഒരുപാട് അവൾ വിഷമിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവൾ പുറത്തൊന്നും പറയാതെ അങ്ങനെ ക്ഷമിച്ച് സഹിച്ച് ജീവിക്കായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണോ എൻ്റെ പെങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാക്കിയത്? ഓൾക്ക് ബാപ്പയില്ല എന്നുള്ള പേരിലാണോ? ബാപ്പയില്ലെന്നേ ഉള്ളൂ. ബാപ്പാൻ്റെ സ്ഥാനത്ത് ഞാൻ ഉണ്ട്. നിങ്ങളതേപോലെ സ്വത്ത് മുതലും പൈസ ഒന്നും ഉള്ള ടീമല്ല നമ്മൾ. പക്ഷേ ഉള്ള പൈസയിലെ ബർക്കത്തുള്ളതാണ് എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഉസ്താദിൻ്റെ ജോലി. അതിലെൻ്റെ പെങ്ങന്മാരായാലും എൻ്റെ ഉമ്മാനായാലും ഓല കഴിച്ചിട്ടുള്ളൂ. എനിക്ക് ബാക്കി എന്തും. ഈ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അവരെ ഞാൻ സംരക്ഷിച്ചിട്ടേ നിൽക്കുള്ളൂ. എൻ്റെ പെങ്ങന്മാരും എൻ്റെ ഉമ്മയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് കരുതി ഒരു വീട്ടിലെ ബലിയാടാകാൻ എൻ്റെ കുട്ടിനെ ഞാൻ പറഞ്ഞേക്കണില്ല സിനാനെ. ദയവായി നീ എൻ്റെ മുമ്പ് നിന്ന് പോയിക്കോ. അഥവാ ഇനിയും നിങ്ങൾ എൻ്റെ കുട്ടിനെ പറഞ്ഞയച്ചാൽ നിങ്ങൾ വെറുതെ വിടൂലോളെ. ഓളവിടുത്തെ വേലക്കാരിയാക്കി നിങ്ങൾ ചിത്രീകരിക്കും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ പോയിക്കോളി. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആങ്ങൾക്ക് ദേഷ്യവും സങ്കടവുമായിരുന്നു വന്നിരുന്നത്. മുഹ്സി, ഓളെ ഒന്ന്. സിനാനെ നല്ല സങ്കടം. എന്തിന് മുഹ്സിനെ കാണുന്നു? നിനക്ക് അവിടെ ഒരു പെണ്ണില്ലേ? പോയിക്കോ, സ്ഥലം വിട്. എൻ്റെ കുട്ടിനെ ഇഞ്ഞ് കെട്ടിക്കാനും എനിക്കറിയാം. ഓൾ ആർക്കും പറ്റാത്തതായിട്ടുണ്ടാവില്ല. സിനാനെ, തൽക്കാലം പോകുന്നതാണ് നല്ലത്. എൻ്റെ വായിൽ നിന്ന് നീ വേറെ ഒന്നും പറയിപ്പിക്കരുത് ദയവായി. അന്ന് അറബിയുമ്മ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പോലും നീ അതിനെ കൂട്ടാക്കിയില്ല. ഓർമ്മയുണ്ടോ? എന്ത് കാര്യത്തിൻ്റെ പേരിലായിരുന്നു ആ അറബിയുമ്മ അവിടെ അവർക്ക് വിശേഷപ്പെട്ടൊരു കുഞ്ഞ് പിറന്ന ആ ഒരു സന്തോഷത്തിൽ അവിടെ പ്രോഗ്രാം നടക്കുന്ന അവസ്ഥയിൽ മുഹ്സിനെ കുട്ടി വരാൻ പറഞ്ഞില്ലേ? നീ അതിനെ സമ്മതിച്ചോ? എന്തെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞോ? ഇല്ലല്ലോ. ആ വേദനയ്ക്ക് എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ജീവിച്ചോളൂ നിങ്ങളിഷ്ടം പോലെ. എൻ്റെ കുട്ടീനൊന്നും ഞാൻ വിട്ടു തരൂല. സിനാൻ സങ്കടപ്പെട്ടു. മുഹ്സിയെ ഒന്ന് വേണ്ട, എൻ്റെ കുട്ടിയെ നീ കാണിച്ചു തരൂല. നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് 1.5 മാസത്തോളാണ് എൻ്റെ കുട്ടിയെ നീ ഇടങ്ങാറാക്കിയത്. ഇതിനായിരുന്നു നിങ്ങളുടെ പ്ലാനിങ്. ഒന്നും ഞാൻ അറിയില്ല. അളിയ, അതങ്ങനല്ല. എങ്ങനല്ല? ഇനി ഞാൻ വിടൂല. എന്തിന്? ഒരു വീട്ടിലത്തെ വേലക്കാരൻ്റെ റോളിലേക്ക് ഞാൻ പറഞ്ഞയക്കൂല. മോനെ, ഉമ്മ വിളിച്ചു. ഉമ്മ, ഇല്ലുമ്മ, ഓൾക്ക് ബാപ്പയില്ല എന്ന് കരുതിയിട്ട് എന്തും കാട്ടാന്നാ ചോദിക്കാനും പറയാൻ ആളില്ലെന്നോ ഓല വിചാരം? ഒരിക്കലും ഇല്ല ഉമ്മ. ഞാൻ എന്നാണ് എൻ്റെ റൂഹ് പിരിയണത് അതുവരെ എൻ്റെ പെങ്ങന്മാരും എൻ്റെ ഉമ്മാനും ഞാൻ നോക്കും. അതൊരാൾ ഞാൻ ഒരു ഭാരമായിട്ട് വിടൂല. അന്ന് ആ അറബിയമ്മ പറഞ്ഞതല്ലെന്ന് വിചാരിച്ചിട്ട് കല്യാണം എന്തൊക്കെ ശരിയാക്കിയത്. പക്ഷേ ഇങ്ങനെ ഇവർ കാട്ടുന്ന ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളെ ഉമ്മ എത്ര എൻ്റെ കുട്ടീനെ ഇടങ്ങാറാക്കിക്കണ്.
പൊയ്ക്കോളി പൊയ്ക്കോളി. ഞാൻ ഒരിക്കലും പറഞ്ഞേക്കാന്ന് വിചാരിക്കരുത്, പക്ഷെ എൻ്റെ കുട്ടീനെ കാണാമെന്ന് വിചാരിച്ചിട്ട് സിനാൻ ഇങ്ങോട്ട് വരണ്ട. ആങ്ങളെ ഉറപ്പിച്ചു പറഞ്ഞു. സങ്കടത്തോടെ സിനാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അവൻ കാറിൽ കയറുമ്പോഴും അവൻ വീടിൻ്റെ ആ അകത്തളത്തിലേക്കായിരുന്നു നോക്കിയിരുന്നത്. തൻ്റെ മുഹ്സി തൻ്റെ കൂടെ ഓടി വരുമോ, തൻ്റെ അടുക്കലേക്ക് വരുമോ എന്നായിരുന്നു. പക്ഷെ സിനാൻ വെറുതെ നോക്കി നിന്നു. അവൻ നിരാശയായിരുന്നു. ഫലം ആരുമില്ല, ആരും വന്നതുമില്ല. അവൻ സങ്കടത്തോടെ വിഷമത്തോടെ അതാ കാറ് തിരിക്കുന്നു. അവൻ സ്വയം മനസ്സിൽ പറഞ്ഞു, എല്ലാം എൻ്റെ ഭാഗത്തുള്ള തെറ്റ് മാത്രം, കുറ്റം മാത്രം. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ആവശ്യമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു. അതിനുള്ള ശിക്ഷ തന്നെയാണിത്. പക്ഷേ ഞാൻ വിചാരിച്ചതൊക്കെ ആകെ തിരിഞ്ഞു പോയി. അങ്ങനെയല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പറഞ്ഞിട്ടെന്താ കാര്യമില്ല. പഠിച്ചോനെ, ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ നെയ്തി കൂട്ടിയാണ് ഈ പ്രാവശ്യം വന്നത്. നേരെ അവൻ വീട്ടിലേക്ക് അതാ ചെല്ലുന്നു. ഉമ്മ കാത്തിരിക്കുന്നു. ഇനിയിപ്പോൾ മുഹ്സിന വരും, ഈ പാത്രങ്ങളൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഓള് വന്നാണ് മോറി വെച്ചാലേ അത് നല്ലോണം അങ്ങോട്ട് വൃത്തിയാകും. ഓള് പുറത്ത് പോയിട്ട് കരിയൊക്കെ ഇട്ട് നല്ല മോറി വെളുപ്പിച്ച് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അങ്ങോട്ട് അകത്തേക്ക് ഓള് കയറ്റുള്ളൂ. ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അകൊക്കെ ഒന്നായിട്ട് കൊണ്ട് അടിച്ചു വരി തുടക്കാനുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് കഴിഞ്ഞ് കിട്ടണില്ല, മറ്റോളാണെങ്കിൽ അനങ്ങണമില്ല. പിന്നെ ഇപ്പം എന്താ കാട്ടുക, തലയിൽ ഓരോന്നും ഇങ്ങോട്ട് കയറ്റി വെച്ചതാണ്. എൻ്റെ റബ്ബേ, പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇവനെ കാണാനുമില്ല. ഇപ്പം എന്താ അവിടെ പോയി പെറ്റെടുക്കുക? എൻ്റെ റബ്ബേ, സിനാനെ കാണുന്നില്ല. ഈ പണിയൊക്കെ ഇനിയിപ്പം ഞാൻ എടുക്കേണ്ടിയിരുന്ന തോന്നുന്നത്. ഷായിന, ആ എന്തേ ഷായിന, ഒന്ന് അകൊന്നുണ്ട് അടിച്ചോരി കൂടെ കുട്ടിയെ. ഇത് ഞാൻ ഒറ്റക്ക് പണിയെടുക്കണെന്ന് കാണുന്നില്ലേ? ഓ, അടിച്ചു വാരേ ഈ സമയത്തോ? കുറച്ച് നേരത്തൊക്കെ അടിച്ചു വാരേണ്ടത്. എന്താ ഇത്ര നേരം വൈകിയത്? പൊന്നാര ഷായിന, ഞാൻ എന്താ ഞാൻ ചെയ്യുക? എന്തേ അപ്പോൾ ഇവിടുത്തെ വേലക്കാരത്തി എവിടെ? ഇവിടുത്തെ വേലക്കാരത്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എന്നെ കൊണ്ട് കെട്ടിക്കൊണ്ടുവന്നത്. അതൊന്നും ഇവിടെ ഇല്ലേ? പറ്റിച്ചതായിരുന്നു. വേലക്കാരത്തി ഉണ്ട്, നല്ല സുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണമൊക്കെ ഉണ്ടാക്കി. എന്തപ്പോൾ ഇത് കഥ? ഇവിടുത്തെ ആൾക്കാരൊക്കെ എവിടെ? ഒക്കെ പറഞ്ഞയച്ചോ കല്യാണം കഴിഞ്ഞപ്പോത്തിന്? ചില ആൾക്കാരുണ്ട് അങ്ങനെ, മരുക്കളെ കണ്ടാൽ പിന്നെ വേലക്കാരത്തികളെ പറഞ്ഞേക്കും. ഉമ്മ അതിൽ പെട്ടതാണല്ലേ. ഉമ്മാക്ക് അവളുടെ വാക്കുകൾ തീരെ പിടിച്ചില്ല. ആ, മരുക്കൾ വരുമ്പോൾ വേലക്കാരത്തികളെ പറഞ്ഞേക്കൽ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. ഇവിടെ അങ്ങനെ പറഞ്ഞയച്ചൊന്ന് കൂട്ടിക്കോ. എന്താ ഉമ്മ നിങ്ങൾ കഥ? നിങ്ങൾ പറ്റിക്കായിരുന്നില്ലേ ഞങ്ങളെ? ഓ, എന്താന്നില്ലേ, ഞാനങ്ങനത്തെ പണി നിർത്തി ശീലമായിട്ടില്ല കേട്ടോ. എനിക്കൊക്കെ 2-3 വേലക്കാരത്തികളാണ് എൻ്റെ വീട്ടിൽ. ആക്കെ മടിച്ചു വരാൻ പറഞ്ഞപ്പോൾ അവൾ ആ ചൂലൊന്ന് എടുത്തു എന്നല്ലാതെ അവിടെ ഒന്നങ്ങോട്ട് കച്ചറ നീക്കുകയോ ഒന്നും ചെയ്തില്ല. അവിടെ തന്നെ വെച്ചു. ഉമ്മ, അതൊക്കെ രാവിലെ ചെയ്യേണ്ട പണി നാളെ നോക്കാം എന്ന് പറഞ്ഞ് അവൾ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. ഉമ്മക്ക് ദേഷ്യവും സങ്കടവും വന്നു. റബ്ബേ, എന്തിനാണ് ചിന്നങ്ങനെ പരീക്ഷിക്കണം റബ്ബേ, എനിക്ക് കഴിയൂലല്ലോ. വല്ലാത്തൊരു പുതുമായി സിനാനാണെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത് വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഉമ്മ സിറ്റ് ഔട്ടിലേക്ക് ഓടിയെത്തി. പഠിച്ചോനെ, ഇതിൽ വന്നോ? വാതിലിൻ്റെ കുറ്റി തുറന്നു. ഓ, വരണുണ്ട് തോന്നുന്നുണ്ട്. സിനാൻ വണ്ടി തിരിക്കുന്നു. ഉമ്മ അത് നോക്കി നിന്നിപ്പോൾ എന്നെ കാണണ്ട, ഞാൻ അടുക്കളയിൽ പണിയെടുക്കാമെന്ന് വിചാരിച്ചോട്ടെ. ഉമ്മ വേഗം പോയിട്ട് അതാ പാത്രങ്ങളും ചട്ടികളും എല്ലാം എടുത്ത് അവിടെ പാചകം ചെയ്യുന്ന പോലെയൊക്കെ അഭിനയിക്കുന്നു. ഇനിയിപ്പോൾ മരുവൾ വരുമ്പോൾ പണിയെടുക്കാതിരിക്കാമെന്ന് വിചാരിക്കണ്ടല്ലോ. അതാണ് ഇനിയിപ്പോൾ. ഉമ്മ, സിനാൻ്റെ വിളി പിന്നിൽ നിന്ന്. ആ മോനെ ഇരിക്ക്. എവിടെ മുഹ്സി? എവിടെ? മുഹ്സിയോ? ഉമ്മ, മുഹ്സി പോന്നിട്ടില്ല. അത് കേട്ട് ഉമ്മ ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ, അതെന്താ ഓള് പോരാഞ്ഞത്? ഓളഞ്ഞ് വിടുന്നില്ലാന്ന്. എന്താ സിനാനജി പറഞ്ഞത്? ഓളഞ്ഞ് പറഞ്ഞേക്കണില്ലേ വീട്ടിൽ എന്നാ പറയണത്. എൻ്റെ പൊന്നാര സിനാനെ, എൻ്റെ കയ്യിന് എല്ലില്ലേനടി, ഒന്നുണ്ട് അടിച്ചുകൊണ്ട് കൊടുന്നൂടിനോളെ. അങ്ങനെ അനക്കെന്താ എൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടുവരാനും നിയന്ത്രിക്കാനും കഴിയൂലേ? പറയടാ മുഖത്ത് നോക്കിയിട്ട്. ഉമ്മ, എല്ലാത്തിനും എനിക്ക് കഴിയും.
രണ്ട് പെണ്ണിട്ടാനും കഴിയും. എല്ലാവരുടെയും താളത്തിനനുസരിച്ച് തുള്ളാനും അറിയും. സിനാൻ അറിയാത്തതായിട്ടൊന്നുമില്ല. സിനാൻ അല്പം ചൂടിലായിരുന്നു. എന്താ സിനാൻ ഈ ചൂടാണിത്? എൻ്റെ പെറ്റ് തള്ളണ ഈ മറക്കണ്ട കേട്ടോ. പെറ്റ് തള്ളാരൊക്കെ തന്നെയാണ്. പക്ഷെ പെറ്റ് തള്ളാർ ഇത്രയ്ക്കും വലിയ തെറ്റുകൾ ചെയ്യണം ഞാൻ വിചാരിച്ചില്ല. എന്താ സിനാനെ? ഒന്നുമില്ലമ്മ, ഒന്നുമില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പൊന്നാര സിനാനെ, ജി പോത്ത് പോലെ വളർന്നിട്ട് ഇങ്ങനെ കരയണെന്തിനാ? കാര്യം പറയാതെ. അല്ലെങ്കിൽ തന്നെ അവിടെ ഇടങ്ങാറായി നിൽക്കുകയാണ്. കയ്യൂരത് ഉമ്മ, നിങ്ങളായിട്ട് എന്നെ ഒക്കെ നശിപ്പിച്ച്. സിനാനെ, ഇജിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയേ? പിന്നെ ആരെ മുഖത്ത് നോക്കി ഞാൻ പറയാം? നിങ്ങളല്ലേ എല്ലാതും കൊളാക്കിയത്. എൻ്റെ പൊന്നാര സിനാനെ, എന്ത് കൊളാക്കിയെന്ന് ഇജി പറയണത്? എൻ്റെ ജീവിതം കൊളാക്കിയിരുമ്മങ്ങൾ. പോയിക്കോ, അതാ എൻ്റെ പെണ്ണുങ്ങൾ പോ, എണ്ണനകത്ത് പോയിക്കാണേ. നിങ്ങൾ ഒരു പണി എടുക്കണ്ട, അവിടെ പോയിരുന്നോളി, എന്നാൽ തന്നെ മതി. വല്ലാത്തൊരു ഇതായിപ്പോയി റബ്ബേ. എന്തൊരു സിനാനാണെങ്കിൽ ഓൻ എനിക്ക് ആലോചിച്ചൂടാ. എന്നാലും ഇപ്പോൾ എന്താ മുഹ്സിനെ കൊണ്ട് വരാഞ്ഞത്? ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഉമ്മ ഫോണെടുത്ത് നേരെ മുഹ്സിനയുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. മുഹ്സിന, ഉമ്മ, അല്ലാ ഇത്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല മുഹ്സിന, ഇജന്തി പോരാഞ്ഞത്? അന്ന സിനാൻ അവിടറ്റ വന്നില്ലേ? സിനാന് വന്നിട്ട് ഇജെന്തേ അങ്ങനെ ആയത്? അത് പറയും. എന്ത് വരാഞ്ഞത്? എൻ്റെ മാപ്പിളനെ വന്ന് വിളിച്ചാൽ എനിക്ക് അവിടെ എന്നാരെ പിടിച്ചു വെക്കാനുള്ളത്? ഇക്കാക്ക പറഞ്ഞു പോണ്ടാന്ന്. അതെന്താ? ഇക്കാക്ക എൻ്റെ പുതിയാപ്പിള? അല്ല, അത് ഞങ്ങൾ തൊള്ള തുറന്ന് പറയും മുഹ്സിന. ഞാനങ്ങോട്ട് വരണോ കൊണ്ടുവരാൻ? എന്താ അന്നെന്ത് വിട്ടിരാന്നൊക്കെ ഉണ്ടല്ലോ പറഞ്ഞിട്ടത്? എന്താ എൻ്റെ ആങ്ങൾക്ക് ഇത്ര വലിയൊരിത്? എന്ത് കാരണം കൊണ്ടാ? കാരണം കണ്ട് പറയും. ഉമ്മ, അതൊന്നുമില്ല. പിന്നെ വല്ലാതെ പ്രശ്നത്തിലും കാര്യത്തിലും നിൽക്കാതെ വേഗം ഇങ്ങോട്ട് പോരാൻ നോക്ക്. ഇവിടെ അജ്ജ് വന്നാൽ ഈ വീടൊന്നും നന്നാവുള്ളൂ എൻ്റെ കുട്ടിയെ. മുഹ്സിന എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പഠിച്ചോനെ, എന്ത് ഞാൻ ചെയ്യാ? അവൾക്ക് അവളുടെ സിനുവിൻ്റെ കൂടെ താമസിക്കുവാനും ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനുമുണ്ട്. ഇനി അവരുടെ ജീവിതം എന്തൊക്കെ ആയിത്തീരും? നമുക്ക് നാളത്തെ വീഡിയോയിൽ കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.